കൈരളി ടിവിയുടെ ചെയർമാൻ മലയാളികളുടെ സ്വന്തം മമ്മൂക്കയും കൈരളി ടിവിയുടെ MD ആയ ജോൺ ബ്രിട്ടാസും തമ്മിലുള്ള യുദ്ധം ഓരോ ദിവസം കഴിയും തോറും മൂർച്ഛിച്ചു വരികയാണ്. മമ്മൂട്ടിക്ക് MD ആകാൻ കിട്ടിയ അവസരം ഇല്ലാതാക്കിയത് ജോൺ ബ്രിട്ടാസ് ആണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. മമ്മൂട്ടി രാജ്യസഭാ MP ആവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറെ ആഗ്രഹിച്ചിരുന്നുവെന്നും അതില്ലാതാക്കിയത് ചിലരുടെ ഗൂഢാലോചനയാണെന്നും ആരോപിച്ച് നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫാണ് രംഗത്തെത്തിയത്. മമ്മൂട്ടിയും ജോൺ ബ്രിട്ടാസും തമ്മിലുള്ള പോര് മുറുകിയതോടെ ബ്രിട്ടാസിന്റെ തീവട്ടിക്കൊള്ളകൾ പുറത്തു വരികയാണ്. കൈരളി ചാനലിന്റെ വരുമാനം ചോർത്താൻ ബ്രിട്ടാസിന്റെ പേരിൽ ആരംഭിച്ച 3 സ്വകാര്യ കമ്പനികളുടെ വെട്ടിപ്പാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. കൈരളിയുടെ ഗൾഫ് പരസ്യ വരുമാനവും സംഭാവനകളും ചോർത്താൻ ബ്രിട്ടാസിന്റെ പേരിൽ കൈരളി അറേബ്യ എന്ന പേരിൽ ഗൾഫിൽ സ്വകാര്യ കമ്പനിയുണ്ട്. ഇതുകൂടാതെ കേരളത്തിന്റെ MCL മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ്, കൈരളി ടെലിവിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്വകാര്യ കമ്പനികളും ബ്രിട്ടാസിന്റെ പേരിലാണ്. കൈരളി ചാനലിന്റെ ഉടമസ്ഥാവകാശമുള്ള മലയാളം കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് 2 സ്വകാര്യ കമ്പനികൾ ബ്രിട്ടാസ് നടത്തുന്നത്. പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന ലേബൽ ഉള്ളതുകൊണ്ട് തന്നെ പാർട്ടിക്കാരും തന്നെ ബ്രിട്ടാസിനെ ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. ബ്രിട്ടാസിന്റെ ചെയ്തികൾക്ക് പിണറായിയുടെ മൗനാനുവാദവും ഉണ്ടായിരുന്നു. പിണറായി സർക്കാർ അധികാരത്തിലേറിയതിന്റെ തൊട്ടടുത്ത വർഷമാണ് മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായിരുന്ന ബ്രിട്ടാസ് ഡയറക്ടറായി MCL മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനം തുടങ്ങിയത്. സർക്കാർ PRD വകുപ്പ് കറവ പശുവാണെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടാസ് PRD പരസ്യങ്ങളുടെ ഏജൻസിയായി MCL ലിമിറ്റഡിനെ എംപാനൽ ചെയ്തു. PRD ബജറ്റിൽ വൻ വർധന വരുത്തിയതും ഇക്കാലത്ത് തന്നെയാണ്. സർക്കാർ പരസ്യ കമ്മീഷൻ ഇനത്തിൽ കോടികൾ ബ്രിട്ടാസിന്റെ MCL മീഡിയയ്ക്ക് ഒഴുകിയെത്തി. കൈരളി ചാനലിന്റെ അവാർഡ് നൈറ്റും ഇവന്റുകളും ഉൾപ്പെടെ സംഘടിപ്പിക്കാൻ പ്രത്യേക കമ്പനിയായി ബ്രിട്ടാസിന്റെ പേരിൽ കൈരളി ടെലിവിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനം തുടങ്ങിയത് 2017 സെപ്റ്റംബറിലാണ്. നഷ്ടത്തിലോടുന്ന കൈരളി ചാനലിന് ആശ്വാസമാകേണ്ടിയിരുന്ന അവാർഡ് നൈറ്റ് വരുമാനം ഈ തട്ടിപ്പ് കമ്പനി വഴി ബ്രിട്ടാസിന്റെ സ്വകാര്യ ധനമായി മാറി. മമ്മൂട്ടി ഉൾപ്പെടെ കൈരളിയിലെ ചിലർ ഇക്കാര്യത്തിൽ മരുമകൻ മന്ത്രി റിയാസിനെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. കൈരളിയിലെ ബ്രിട്ടാസിന്റെ ഇടപാടുകൾ റിയാസിന്റെ പേരണയിൽ മുഖ്യമന്ത്രി അന്വേഷിച്ചതോടെ ബ്രിട്ടാസ് അങ്കലാപ്പിലായി. ഇതിന് തൊട്ടു പിന്നാലെയാണ് റിയാസിന്റെ ഭാര്യ വീണ വിജയനെ പ്രതിക്കൂട്ടിലാക്കിയ മാസപ്പടി വിവാദം പുറത്തു വന്നത്. CMRL മാസപ്പടി ആദായ നികുതി രേഖകൾ മാധ്യമങ്ങൾക്ക് ചോർത്തിയതിൽ ജോൺ ബ്രിട്ടാസിന്റെ പങ്ക് റിയാസിന് സംശയമുണ്ട്. കൈരളിയിൽ നിന്ന് ബ്രിട്ടാസിനെ പുകച്ചു ചാടിക്കാൻ റിയാസും മമ്മൂട്ടിയും ഒന്നിച്ചു വന്ന സൂചനകൾ പോലും പുറത്തു വന്നിട്ടുണ്ട്. ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ വൻ ചർച്ചകളാണ് നടക്കുന്നത്. മമ്മൂട്ടിയുടെ ഫാൻസും CPM അണികളും തമ്മിൽ വാക്പോരുകളും പഴിചാരലുകളും തകൃതിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്.